ലെനി ഉത്തരയും തരാന്ന് പറഞ്ഞില്ലേ? വായു. ഇതാ നീ ചോദിച്ച ഉത്തരീയം. താങ്ക് യു സിസ്റ്റർ. സിസ്റ്റർ, എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ കർമ്മലത്തെ ഉത്തരീയത്തെക്കുറിച്ചും അതിന്റെ ഉത്ഭവത്തെക്കുറിച്ചും എനിക്കൊന്ന് പറഞ്ഞു തരൂ. പിന്നെ എന്താ, ഏലിയായുടെ കാലം മുതൽ കർമ്മലമല താപസ ജീവിതത്തിന് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. ഇവിടെ നിന്നാണ് കർമ്മലസഭയുടെ ആരംഭം. ഏലിയായുടെ കാലം മുതലോ? അപ്പോ സിസ്റ്റർ, ക്രിസ്തുവിന് മുൻപ് കർമ്മലസഭ ആരംഭിച്ചോ? ക്രിസ്തുവിന് മുൻപ് സന്യാസം ആരംഭിച്ചിട്ടില്ല. ഇതറിയുന്നതിനായി നമുക്ക് ബൈബിളിലേക്കൊന്ന് കടന്നു പോകാം. അബ്രാഹത്തെ വിളിച്ചതും അടിമയായ ഇസ്രായേൽ ജനത്തെ മോശ വഴി രക്ഷിച്ചതും ബൈബിളിൽ നാം വായിച്ചിട്ടില്ലേ? ഉവ്വ് സിസ്റ്റർ, ഞാൻ വായിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. നാട്ടിലേക്ക് പോകാൻ നമുക്ക് സാധിക്കൂലേ? കുറച്ച് നമ്മുടെ കഷ്ടപ്പാടൊന്നും ദൈവം കാണുന്നില്ലല്ലോ. അതെ അതെ, എന്റെ യഹോവേ. ഫറവോ ഇനി നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ലെന്ന് പറഞ്ഞു. എന്ത്? നിങ്ങൾ തന്നെ പോയി ശേഖരിക്കണം, എന്നാൽ ജോലിയിൽ ഒരു മുടക്കവും വരുത്തരുത്. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ കാണുന്നില്ലേ? ഞങ്ങളുടെ രോദനം കേൾക്കാതെയും ഞങ്ങളുടെ നിലവിളി കേൾക്കാതെയും അങ്ങ് അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പോ ഇതിലും കഴിഞ്ഞാ? വാ, എഴുന്നേൽക്ക്, നമുക്ക് നടക്കാം. നമുക്ക് ഇനിയും യാത്ര ഒരുപാട് പോകാനുണ്ട്. ഇനിയും പോകണല്ലേ? വാ, വേഗം നടക്കുക. നിങ്ങൾ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കൂ, അവിടുന്ന് നിങ്ങൾക്ക് ജലം നൽകും. അങ്ങനെ രാജഭരണം ആരംഭിച്ചു. ആഹാബ് രാജാവിന്റെ ഭരണകാലത്ത്. ജെസബേൽ, എന്താ രാജാവേ? സമരിയായിൽ ഞാൻ ബാലിനു വേണ്ടി പണി കഴിപ്പിച്ച ക്ഷേത്രത്തിൽ ബാലിനു വേണ്ടി ഒരു ബലിപീഠം സ്ഥാപിച്ചു. ആണോ? നല്ല കാര്യം. അങ്ങ് ചെയ്ത ഈ കാര്യത്തിന് ബാൽ ദേവൻ അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ജെസബേൽ, ഞാൻ പണി കഴിപ്പിച്ച ബലിപീഠം പോയി കണ്ടിട്ട് വരൂ. ശരി, ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടാം. ആഹാബ് രാജാവേ, ആരിത്? ഏലിയായോ? ബാലിനെ ആരാധിച്ച നീ എൻ്റെ ദൈവമായ കർത്താവിനെതിരെ തെറ്റ് ചെയ്തു. ഞാൻ ആരാധിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ്. വരും കാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. ഏലിയ! അപ്പം തീർന്നു പോയല്ലോ. ഇങ്ങത്താ, ഞാൻ പിടിക്കാം. ഇനിയും ഇത് തുടർന്നാൽ നമ്മൾ നശിക്കും. നമ്മുടെ മക്കൾ പട്ടിണി കിടന്ന് മരിക്കും. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇത്? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന ഞാനല്ല, നീയും നിന്റെ പിതാവിൻ്റെ ഭവനവുമാണ്. രാജകൊട്ടാരത്തിൽ കയറി വന്ന് എന്ത് തോന്നിയാസം വിളിച്ചു പറയാനായോ നിനക്ക്? തോന്നിയാസം പറയുന്നത് ഞാനല്ല, ഞാൻ പറയുന്നത് കർത്താവിൻ്റെ വചനമാണ്. നീ ഇസ്രായേൽ ജനത്തെ കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടുക. ജെസബൽ പോറ്റുന്ന ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും അഷേരായുടെ 400 പ്രവാചകന്മാരെയും ഒരുമിച്ച് കൂട്ടുക. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് യഥാർത്ഥ ദൈവമെന്ന് അപ്പോൾ നിനക്ക് മനസ്സിലാകും.
ആരെവിടെ? അടിയൻ. കാർമൽ മലയിൽ ഇസ്രായേൽ ജനത്തെയും ബാലിന്റെ പ്രവാചകന്മാരെയും അശേരായുടെ പ്രവാചകന്മാരെയും വേഗം വിളിച്ചുകൂട്ടു. ഏലിയ നമ്മെ വെല്ലുവിളിച്ചിരിക്കുന്നു. നമുക്ക് പുറപ്പെടാം. നമ്മുടെ രഥമൊരുക്കുവിൻ. അടിയൻ. നിങ്ങൾ എത്ര നാൾ 2 ഇഞ്ചിൽ കാൽ വയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കും. ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുക. നിങ്ങൾ ബലിപീഠത്തിൽ കാളയെ കഷ്ണങ്ങളാക്കി വയ്ക്കുക. തീ കൊളുത്തരുത്. ഞാനും എൻ്റെ ബലിപീഠം ഒരുക്കി വയ്ക്കാം. ഞാനും തീ കൊളുത്തുകയില്ല. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. ശരിയാട്ടാ. വെറുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ ബാലദേവന്റെ ശക്തി കാണിച്ചു കൊടുക്കല്ലേ? ആ കാളയെ വേഗം വെക്കുക. അത് തന്നെ. അതല്ല, അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. അഗ്നി ഇറങ്ങി വരട്ടെ. അഗ്നി വരട്ടെ. അങ്ങനെ ശക്തി കാണിച്ചു കൊടുക്കൂ. വരൂ വന്നേവ, വരൂ വരൂ വരൂ. ഓ, വന്നില്ലല്ലോ. ഉറക്കെ വിളിക്കുവിൻ. ബാലൊരു ദേവനാണല്ലോ. അവൻ ഉറങ്ങുകയായിരിക്കും, അല്ലെങ്കിൽ ദിനചര്യയ്ക്ക് പോയിട്ടുണ്ടാകും. വിളിച്ചുണർത്തേണ്ടിയിരിക്കുന്നു. ഉറക്കെ വിളിക്കുവിൻ. ഇനി എൻ്റെ ഊഴമാണ്. പിന്നെ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, വെറുതെ പറയണു. എന്തോ ഇയാള് വലിയൊരു കാര്യം പറയാം. ഇതൊന്നും ശരിയാവില്ല, വെറുതെ. ഞങ്ങൾ എത്ര ആൾക്കാരില്ല. അയ്യോ, ഇത് കത്തിയത് ആർക്കും? ഇനി എന്ത് ചെയ്യും? യഹോവ തന്നെ ദൈവം. യഹോവ തന്നെ ദൈവം. അതെ, യഹോവ എന്ത് ചെയ്യും? നമ്മെ രക്ഷിച്ച യഹോവ തന്നെ ദൈവം. അതന്നെ, അതന്നെ, കർത്താവ് തന്നെ ദൈവം. കർത്താവ് തന്നെ ദൈവം. ഒരാളെ പോലും വെറുതെ വിടരുത്. അവരെ യഹോവ തന്നെ ദൈവം. എവിടെയാണ് ഏലിയ? എന്നെ അപമാനിച്ച് എന്റെ പ്രവാചകന്മാരെ വധിച്ച അവനെവിടെ? അവനെ ഞാൻ നശിപ്പിച്ചില്ലെങ്കിൽ ബാൽദേവൻ ഇതും ഇതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. ദയവായി ഇവിടെ നിൽക്കുക. ഞാൻ അങ്ങ് വിട്ടുമാറില്ല. കർത്താവ് നിന്റെ യജമാനനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയുമോ? അറിയാം, ഞാൻ അങ്ങ് വിട്ടുമാറില്ല. നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. ഏലിയ അഗ്നിമയമായ രഥത്തിൽ എടുക്കപ്പെട്ടപ്പോൾ ഏലീഷ നായകനായി. പ്രവാചക അനുയായികളുടെ ഈ സമൂഹം മിശിഹാകാലം വരെ ഇതേപടി പുരോഗമിച്ചു. അപ്പസ്തോലന്മാർ വിശ്വാസം പ്രഘോഷിച്ചപ്പോൾ ഇവർ സന്തോഷത്തോടെ ആ പരമസത്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഏലിയ പ്രവാചകൻ കണ്ട മനുഷ്യകരത്തോളമുള്ള മഴമേഘം പരിശുദ്ധ അമ്മയുടെ പ്രതീകമായി പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. ഏലിയ പ്രവാചകന്റെ കാലശേഷം കാർമൽ മലയിൽ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ഒരു ശിഷ്യ സമൂഹം രൂപം കൊള്ളും. നാം ഒരു സമൂഹമായി ജീവിക്കുന്നിടത്തോളം കാലം ഒരു നിയമാവലി നമുക്ക് അത്യാവശ്യമാണ്. ഞാൻ പോയി പാത്രിയാർക്കീസിനെ കണ്ട് നിയമാവലിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ട് വരാം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആയിരത്തി 209 ജെറുസലേം പാത്രിയാർക്കീസായിരുന്ന വിശുദ്ധ അൽബർത്തോസിൽ നിന്നും വിശുദ്ധ ബ്രൊക്കാർ കർമ്മലീത്ത സന്യാസികൾക്കായുള്ള നിയമസംഹിത എഴുതി വാങ്ങിച്ചു. സാരസന്മാരുടെ നിരന്തര ആക്രമണം മൂലം അവർ യൂറോപ്പിൽ അഭയം പ്രാപിക്കാൻ നിർബന്ധിതരായിത്തീർന്നു. ഉഗ്രമായ മുഹമ്മദീയ ആക്രമണം മൂലം പ്രിയോർ ജനറലായിരുന്ന അനുഗ്രഹീതനായ അലാൻ സഭയുടെ ഉത്ഭവസ്ഥാനമായ കർമ്മലഗിരി വെടിഞ്ഞ് ഇംഗ്ലണ്ടിൽ അഭയം തേടാൻ നിർബന്ധിതനായി. എന്നാൽ കർമ്മലീത്ത സഹോദരരുടെ ആഗമനം യൂറോപ്പിലെ മെത്രാന്മാർക്ക് അത്ര രസിച്ചില്ല. ഈ വിഷമസന്ധിയിൽ അന്നത്തെ സുപ്പീരിയർ ജനറലായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ അഭയം തേടി.
എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കർമ്മല ഉത്തരീയം സ്വീകരിക്കുവിൻ. ഇത് ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല. ഉത്തരീയത്തിൻ്റെ ചരിത്രപരമായ വാസ്തവത്തെപ്പറ്റി യാതൊരു അറിവുമില്ലാത്ത ചിലർ മറ്റു ചില കാരണങ്ങളാൽ ഉത്തരീയം ഉപയോഗിക്കാൻ വൈമനസ്യം കാണിച്ചു. ഇതേപ്പറ്റിയുള്ള സംശയ നിവാരണത്തിനായി തങ്ങളുടെ ഗുരുവച്ചൻ ആന്റോണിയോയെ അവർ സമീപിച്ചു. തൻ്റെ ശിഷ്യർക്കുള്ള ഉത്തരമായി അദ്ദേഹം പറഞ്ഞു, ഇത്തരത്തിലുള്ള അർത്ഥശൂന്യമായ ചോദ്യം ചോദിക്കുന്നവർ ബാഹ്യ ആരാധനയുടെ പ്രാധാന്യം വിസ്മരിച്ചു കളയുന്നു. ബാഹ്യ ആരാധന ആന്തരിക ഭക്തിയുടെ പ്രകടനവും ആ ഭക്തിയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണവുമാണ്. നമ്മുടെ കർമ്മല ഉത്തരീയം ഭക്തസഭയുടെ അടയാളമാണ്. അതിന് ഒരു ഉദാഹരണം പറയാമോ? അങ്ങ് സ്പെയിനിൽ ബോർഡിംഗ് ഇൻചാർജായ ഒരു ഫാദർ രാത്രി നടന്നു പോകുമ്പോൾ ക്രിസ്റ്റോ, നീ ഉറങ്ങിയില്ലേ? ഇല്ല അച്ഛാ, ഞാൻ ഉറങ്ങില്ല. ഞാൻ കൊടുത്ത ആ വെന്തിങ്ങ ടോണി ഇതുവരെ ശരിയാക്കി കൊണ്ടുവന്നില്ല. അത് കിട്ടാതെ ഞാൻ ഉറങ്ങില്ല. അത് സാരമില്ല ക്രിസ്റ്റോ, അത് അവൻ നാളെ തരും. ഇല്ല, നാളെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ആ വെന്തിങ്ങില്ലാതെ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഞാനത് കിട്ടാതെ ഉറങ്ങില്ല. ടോണി, ഇതാ അച്ഛാ. ക്രിസ്റ്റോ, ഇതാ നിന്റെ ആ, വെന്തിങ്ങ. താങ്ക് യു അച്ഛാ. ക്രിസ്റ്റോ, ഇതാ ആ, ശരി അച്ഛാ. ഗുഡ് നൈറ്റ്. അച്ഛാ, വേഗം വാ. ദേ, ഞാൻ അവരെയും കൂടിയും വിളിക്കട്ടെ. അയ്യോ ക്രിസ്റ്റോ, എന്റെ മോനെ ക്രിസ്റ്റോ, നിനക്ക് എന്താ പറ്റി? മോനെ ക്രിസ്റ്റോ, എണീക്ക്. ക്രിസ്റ്റോ, മോനെ ക്രിസ്റ്റോ, നീ എണീക്ക്. മോനെ ക്രിസ്റ്റോ, മോനെ ക്രിസ്റ്റോ. ആശ്രയമേ, എൻ്റെ ആത്മീയ സാന്ത്വനമേ, വഴി തെറ്റിയലയുമ്പോൾ വഴിയാമീശോയിൽ എന്നെ ചേർക്കേണമേ, എന്നെ ചേർക്കേണമേ. അമ്മേ ആശ്രയമേ, എൻ്റെ ആത്മീയ സാന്ത്വനമേ, വഴി തെറ്റിയലയുമ്പോൾ വഴിയാമീശോയിൽ എന്നെ ചേർക്കേണമേ, എന്നെ ചേർക്കേണമേ. കാർമൽ മറയിൽ പെയ്യുന്ന മഞ്ഞേ, ഉഷകാലതാരവും നീയേ. കാർമൽ മറയിൽ പെയ്യുന്ന മഞ്ഞേ, ഉഷകാലതാരവും നീയേ. സൈമൺ സ്റ്റോക്കിന് ഉത്തരീയം ലഭിച്ചതിന് ശേഷം കർമ്മല സഭയുടെ പിന്നീടുള്ള ചരിത്രം എഴുതപ്പെടുന്നത് അമ്മ ത്രേസ്യയിലൂടെയാണ്. സ്പെയിനിൽ 16-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഈ കന്യക ലൗകികമായ സുഖങ്ങൾ ഉപേക്ഷിച്ച് കന്യകാലയത്തിൽ പ്രവേശിച്ചു. നീണ്ട വർഷങ്ങളിലെ പ്രാർത്ഥനയും ത്യാഗപൂർവകമായ ജീവിതവും വഴി ആത്മാവിൻ്റെ ഉള്ളറകളിലേക്ക് യാത്ര ചെയ്ത് ദൈവൈക്യം സ്വന്തമാക്കിയ വിശുദ്ധ ദൈവവുമായുള്ള ആധ്യാത്മിക വിവാഹം സാധ്യമാക്കുന്നതിനുള്ള മാർഗവും വിവരിക്കുന്നു. ഇവിടെ ആത്മാവ് ഒരു പൂന്തോട്ടമാണ്. തുടക്കത്തിൽ ആത്മാവ് വളരെ ബുദ്ധിമുട്ടി ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇതിനെ കപ്പിയും കയറും ഉപയോഗിച്ച് നനയ്ക്കുന്നതിനോട് ഉപമിക്കുന്നു. അവസാനത്തേത് മഴയോടാണ് ഉപമിക്കുന്നത്. ഇവിടെ ആത്മാവിന് വേണ്ടതെല്ലാം ദൈവം പ്രദാനം ചെയ്യുന്നു. കർമ്മല സഭയെ നവീകരിക്കുക എന്ന ആശയവുമായി വിശുദ്ധ അമ്മ ത്രേസ്യായും വിശുദ്ധ യോഹന്നാൻ ക്രൂസും പരസ്പരം കണ്ടുമുട്ടുന്നു. ഇവരുടെ നവീകരണ മാർഗങ്ങളെ സഭയ്ക്കെതിരായുള്ള പ്രബോധനങ്ങളെന്ന പേരിൽ അധികാരികളിൽ നിന്ന് തെറ്റിദ്ധാരണകളും
വിചാരണയും ഇവർക്ക് ഏൽക്കേണ്ടി വന്നു. തൊളോദോയിലെ ജയിലിൽ അടയ്ക്കപ്പെട്ട യോഹന്നാൻ ക്രൂസ് പിതാവും തന്റെ ഇരുണ്ട രാത്രിയിൽ ദൈവത്തെ കണ്ടെത്തി. എങ്കിലും ദൈവിക ഇടപെടലുകളാൽ അധികാരികളിൽ നിന്ന് വന്ന എതിർപ്പുകൾ മാറുകയും നവീകൃത കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിന്റെ വിവിധ മഠങ്ങൾ സ്ഥാപിക്കാൻ അവർക്ക് അനുമതി ലഭിക്കുകയും ചെയ്തു. അമ്മേ, ഇത് നോക്കിയ ഒരു പ്രധാനപ്പെട്ട കത്താണെന്ന് തോന്നുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് തീരുമാനം അറിയിക്കാം. സിസ്റ്റർ, കർമ്മലസഭയുടെ ആരംഭവും സ്പെയിനിൽ വെച്ചുള്ള നവീകരണമൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഈ കേരളത്തിലെ ഇതിന്റെ പ്രസക്തിയും ആരംഭവും ഒക്കെ എങ്ങനെയാ? ഇതിനെ സഹായിച്ചത് ചാവറ പിതാവാണ്. കൈനകരിയിൽ ജനിച്ച് CMI CMC സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനും കൂടിയാണ് അദ്ദേഹം. പിതാവേ, മഠത്തിൽ ചേരാനുള്ള ഞങ്ങൾ പറഞ്ഞ ആഗ്രഹത്തെക്കുറിച്ച് ഞങ്ങൾ ദൈവത്തോട് ചോദിച്ച് ഒരു തീരുമാനം അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ തീരുമാനം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നിങ്ങൾ ഈശോയുടെ സ്നേഹത്തിൽ വസിച്ച് തൻ്റെ കൺമുൻപിലിരുന്ന് തന്നോടെപ്പോഴും സംസാരിച്ചിരിക്കണം. ഈ മഠത്തിൻ്റെ ബലമെന്ന് പറയുന്നത് ഭിത്തികളിലല്ല, നിങ്ങൾ ഓരോരുത്തരും തമ്മിൽ വസിക്കുന്ന സ്നേഹബന്ധത്തിലായിരിക്കണം. എല്ലാ നിമിഷവും ഈശോ മിശിഹായെക്കുറിച്ച് ചിന്തിക്കൂ. ഈശോ മിശിഹ നിങ്ങളെ ആശീർവദിക്കട്ടെ. സഹോദരിമാരെ, നമ്മുടെ കർമ്മലീത്ത സഭ വിഭജിക്കാൻ പോവുകയാണ്. ലത്തീൻ റീത്തിലുള്ളവർ 17-ാം തീയതി പോകണം. നിങ്ങൾക്കെല്ലാം വിഷമമുണ്ടെന്നറിയാം. ഇത് ദൈവഹിതമായി നിങ്ങളെല്ലാവരും സ്വീകരിക്കണം. അങ്ങനെ വിഭജിക്കപ്പെട്ട സന്യാസിനി സമൂഹത്തിൽ സുറിയാനി റീത്തിൽപ്പെട്ടവർ കർമ്മല മാതാവിന്റെ സന്യാസിനി സമൂഹം എന്ന പേരിൽ CMC എന്ന് അറിയപ്പെടാൻ തുടങ്ങി. കർമ്മലീത്ത ആധ്യാത്മികത സ്വന്തമാക്കി 1870-കളിൽ അങ്ങ് ഫ്രാൻസിൽ ജീവിച്ച വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. തൻ്റെ ചെറിയ പ്രവൃത്തികൾ വഴി വലിയ വിശുദ്ധയായിത്തീർന്നു. വിശുദ്ധ തൻ്റെ അപ്പച്ചനോട് മഠത്തിൽ ചേരാനുള്ള ആഗ്രഹം പറയുന്നത്, ഞാൻ കർമ്മല മഠത്തിൽ പ്രവേശിച്ച് ഒരു വലിയ വിശുദ്ധയായി അങ്ങേക്കും കുടുംബത്തിനും മഹത്വം കൊണ്ടുവരാം എന്നാണ്. ഭാര്യ മരണമടയുകയും മൂത്ത 3 പെൺമക്കളും മഠത്തിൽ പ്രവേശിച്ചതിനു ശേഷം തൻ്റെ ഓമന പുത്രിയായ കൊച്ചു ത്രേസ്യായും അതേ ആവശ്യം പറയുന്നത് വേദനാജനകമായിരുന്നെങ്കിലും ആ പിതാവ് ദൈവപദ്ധതിയിൽ സന്തോഷിക്കുന്നു. വലിയ വിശുദ്ധിയാകാൻ ആഗ്രഹിച്ച് 15-ാം വയസ്സിൽ മഠത്തിൽ 4 ചുവരുകൾക്കുള്ളിൽ സ്വയം ചുരുങ്ങിയപ്പോൾ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ഒരുപോലെ വിശ്വസ്തയായി. വരാന്തയിലെ ഉണക്കയില എടുത്തു കളയുമ്പോഴും ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെടുമ്പോഴും മുള്ളുകൾക്കിടയിൽ സ്വയം ഇല്ലാതായി ഈശോയിൽ അവൾ മറയുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്കായി അവ സമർപ്പിച്ച് 24-ാം വയസ്സിൽ ക്ഷയരോഗം മൂലം ആ ആത്മാവ് ദൈവത്തിലേക്ക് പറന്നുയർന്നു. മുള്ളിനിടയിലെ പൂക്കളിറുക്കാൻ ഓടി നടന്നൊരു കന്നി, മുള്ളിനിടയിലെ പൂക്കളിറുക്കാൻ ഓടി നടന്നൊരു കന്നി, സർവം സ്നേഹം നിന്മാർഗമെന്നും പിന്തുടരാൻ വരമേകൂ, സർവം സ്നേഹം
നിന്മാർഗമെന്നും പിന്തുടരാൻ വരമേകൂ. മുള്ളിനിടയിലെ പൂക്കളിറുക്കാൻ ഓടി നടന്നൊരു കന്നി. മുള്ളിനിടയിലെ പൂക്കളിറുക്കാൻ ഓടി നടന്നൊരു കന്നി. സർവം സ്നേഹം നിന്മാർഗമെന്നും പിന്തുടരാൻ വരമേകൂ. സർവം സ്നേഹം നിന്മാർഗം. ലോകത്തിന്റെ അറിവിൽ തന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് മുന്നിട്ട് നിന്ന ഒരു യഹൂദ വനിതയായിരുന്നു വിശുദ്ധ എഡിത്ത് സ്റ്റെയിൻ. വിദ്യാസമ്പന്നയായ ഈ കന്യക സത്യത്തെ അന്വേഷിക്കുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യായുടെ ആത്മകഥയിൽ അവൾ ആ സത്യം കണ്ടെത്തുന്നു. അങ്ങനെ ക്രിസ്ത്യാനിയായി അവൾ കർമ്മലയിൽ പ്രവേശിക്കുകയും ഹിറ്റ്ലറുടെ കാലത്ത് രക്തസാക്ഷിയായി തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഫൈനലി ഐ ഹാവ് ഫൗണ്ട് ദ ട്രൂത്ത്. ഭൂമിയിൽ വെച്ച് തന്നെ ദൈവവുമായി ഐക്യം പ്രാപിച്ച് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ വളർന്ന് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ അനേകം ആത്മാക്കളെ നേടിയ വിശുദ്ധ എവുപ്രാസ്യമ്മ. സിസ്റ്റർ, വിശുദ്ധരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും ഇടപെടലും എല്ലാം നാം കണ്ടു. ഇങ്ങനെയെങ്കിൽ ദൈവം നമ്മെ ഇപ്പോഴും സ്നേഹിച്ച് കൂടെ നടക്കുമോ? സന്തോഷത്തിലും ദുഃഖത്തിലും ഈശോ നമ്മോട് കൂടെ ഉണ്ടാവും. നീ മതി എന്നീശുവേ, ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ. താങ്ക് യു സിസ്റ്റർ. ഞാൻ സിസ്റ്ററിൻ്റെ സമയം കളഞ്ഞു. ഏയ് ഇല്ലല്ലോ, ലെനയ്ക്ക് എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാം. ആ എന്നാൽ ഞാൻ പോയിട്ട് വരാം. ഈശോയെ, ഇന്നെനിക്ക് വളരെ സന്തോഷം. ഈ ദിവസം ഉത്തരേത്യയെക്കുറിച്ചും കർമ്മല സഭയെക്കുറിച്ചും ഒക്കെ ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ എനിക്കും ഒരു കർമ്മലേത്ത സന്യാസിനിയാകാൻ ആഗ്രഹമുണ്ട്. ഈശോയെ, നീ എന്നെ അതിന് സഹായിക്കില്ലേ?